ഹായ് ഫ്രണ്ട്സ്, പ്രിയ സനശ്രീ വ്ളോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇതെന്തൊക്കെ എടുത്തു വെച്ചിരിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ഓർക്കുന്നതല്ലേ. ഇതൊരു 3-4 കഷ്ണം വെളുത്തുള്ളിയുണ്ട്, അല്പം മഞ്ഞൾപ്പൊടിയുണ്ട്, അല്പം കുരുമുളകുണ്ട്, അല്പം ഉപ്പുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചിയും, പിന്നെ ഞാൻ 1-2 മരുന്നുകളൂടെ നിങ്ങളെ കാണിച്ചു തരും. ആ കാണിച്ചു തരുന്ന മരുന്നെല്ലാം കൂടെ അരച്ച് നമുക്ക് ഒരു എന്താ പറയുക, നന്നായിട്ട് അരച്ചിട്ടൊരു പേസ്റ്റ് രൂപത്തിലാക്കി നമ്മുടെ കോഴികൾക്ക് ഉള്ളിലേക്ക് കൊടുക്കാനുള്ള പ്ലാനാണിത്. കാരണം ഇവിടെ നല്ല മഴയായതുകൊണ്ട് കോഴികൾക്കൊക്കെ നല്ല ജലദോഷവും ചുമയൊക്കെ. അപ്പം നമ്മൾ ആൻറ്റിബയോട്ടിക്കും അതുപോലെ തന്നെ മറ്റ് മെഡിസിൻസുകളൊക്കെ എടുക്കുന്നതിന് ഇവരിങ്ങനെ വെളിയിലൊക്കെ നടന്ന് തിന്നുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് ആ മഴ നനഞ്ഞപ്പോൾ കഫക്കെട്ടൊക്കെ ആയി തുടങ്ങി. നമ്മുടെ താറാമകൾ ഇവിടെ കിടന്ന് അലയ്ക്കുന്നുണ്ട് കേട്ടോ. ഇവർക്ക് പെട്ടെന്ന് കഫക്കെട്ടും ചുമയും ജലദോഷമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഓർത്ത് ആൻറ്റിബയോട്ടിക്കോ മറ്റെന്തെങ്കിലും മെഡിസിൻ എടുക്കുന്നതിന് മുമ്പേ തന്നെ ഇവർക്ക് ഫസ്റ്റിൽ നമുക്കൊരു നമ്മുടെ പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ഒരു ഇച്ചിരി നാട്ടുമരുന്നൊക്കെ ഒന്ന് കൊടുത്തു നോക്കാം. ഞാനിങ്ങനെയൊക്കെ ഇവരെ വളർത്തിയെടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഇവർക്ക് ഇച്ചിരി എന്താ പറയുക, നമ്മുടെ പച്ചമരുന്ന് നാട്ടുമരുന്നൊക്കെ ഒന്ന് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല കുറച്ച് ആടലോടകം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് എന്താ പറയുക, ഇഞ്ചിയും കൂടെ ഒക്കെ വെച്ച് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുത്ത് ഇവരുടെ ഭക്ഷണത്തോട് ചേർത്ത് കൊടുത്താൽ, എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് രോഗപ്രതിരോധ ശക്തി കൂടും. അതുപോലെ തന്നെ ഇവർക്ക് പെട്ടെന്ന് അസുഖങ്ങളിൽ നിന്ന് ഡെത്ത് ആവുന്നത്, അതായത് ചത്തു പോകുന്നതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് സേവ് ചെയ്യാൻ പറ്റും. അത് തന്നെയല്ല, ആൻറ്റിബയോട്ടിക് കൊടുക്കാതെ, കാരണം മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ലേ ഇവർ മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന ഇവർക്ക് പെട്ടെന്ന് നമ്മൾ കൊണ്ടുപോയി ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മുട്ടയൊക്കെ ഉൽപ്പാദനമൊക്കെ കുറയും. ഇവരിപ്പോൾ ആ ഒരു പിന്നെ ഒരു സിക്നസ്സിലേക്ക് പോയിട്ട് ഒരു 2-3 ആഴ്ചത്തേന് അവരങ്ങനെ നിന്ന് കളയും. അപ്പോൾ അങ്ങനെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. മഞ്ഞൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മഞ്ഞൾ കൊടുത്താൽ തന്നെ മുട്ട ഉൽപ്പാദനം കുറയുമെന്നാണ് പറയുന്നത്. എനിക്കറിയില്ല അതേപ്പറ്റി വിശദമായിട്ട്. പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഓവറായിട്ട് ഇവർക്ക് മഞ്ഞൾ കൊടുക്കരുതെന്ന് പറഞ്ഞ് ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഞാനിപ്പോൾ അത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പലരും മാറ്റി പറയുന്നുണ്ട്, ഭക്ഷണത്തിനോട് ഉൾപ്പെടുത്തി മഞ്ഞൾ കൊടുക്കാമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവരൊക്കെ ഇത്തിരി സാഡായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അതുകൊണ്ടോ ആട്ടുംകൂടിൻ്റെയൊക്കെ കീഴിൽ കയറി ഇവർ സ്ഥാനം ഉറപ്പിച്ച് ഇരിപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എനിക്ക് തോന്നുന്നു മഴ നനഞ്ഞതിൻ്റെ ആയിട്ടുള്ള ചുണ്ടൊക്കെ ഇട്ട് അലക്കി കുടയുന്ന കണ്ടോ അസ്വസ്ഥതകളുണ്ട്. ആ അസ്വസ്ഥതകൾ മാറാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്സാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതായത് പാരസെറ്റാമോളോ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സോ അവരുടെ ഇംഗ്ലീഷ് മരുന്ന് എടുക്കുന്നതിന് മുമ്പേ ഞാൻ ഒന്ന് ചെയ്ത് നോക്കുക. ചെറിയ രീതിയിൽ ആയുർവേദ മരുന്ന് കൊടുത്ത് നോക്കുക. അതായത് നാട്ടുമരുന്ന്, ആയുർവേദ മരുന്നെന്ന് പറയുന്നില്ല, നാട്ടുമരുന്ന്. നമ്മുടെ നാട്ടുമരുന്ന് പണ്ട് കാലത്ത് നമ്മുടെ അമ്മമാരും ഒക്കെ കോഴിയെ വളർത്തിയിരുന്ന സമയത്ത് അവരിതൊക്കെ തന്നെയല്ലേ ചെയ്തത്. അന്ന് ഗുളികയും മെഡിക്കൽ സ്റ്റോറിൽ പോയി ഗുളികയും മരുന്നൊന്നും വാങ്ങിച്ച് കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്ത് വളർത്തിയ ആൾക്കാരും അല്ല. ഇത് കണ്ടോ, നല്ല ക്ഷീണമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തപ്പിപ്പിടിച്ചിരിക്കുവാണിത് കണ്ടോ. അപ്പം ഇങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ ആയിട്ട് ഇവർ ഭയങ്കര ഉറങ്ങാനായിരിക്കണം കയറിയിരിക്കുന്നത്. എന്തായാലും അവർക്കൊക്കെ നല്ല ക്ഷീണമായിട്ടുണ്ട്. 10-20 പേരുണ്ട്. ഇവർ 2 ദിവസമായിട്ട് നല്ല രീതിയിൽ നടന്ന് മഴ നനഞ്ഞു. ആ മഴ നനഞ്ഞതിൻ്റെ ആണ്. അപ്പം വിക്സും പാരസെറ്റാമോളും ഒക്കെ കൊടുക്കുന്നതിന് മുമ്പേ ഒരെണ്ണത്തിന് തീരെ വയ്യാഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്ത് അവൾക്ക് പാരസെറ്റാമോളും വിക്സും ഒക്കെ കൊടുത്ത് അവൾ ഓക്കെ ആയി. അവൾ ചാടി നടക്കാൻ തുടങ്ങി. അപ്പോൾ അടുത്ത ആൾക്കാർക്കെല്ലാം സ്പ്രെഡ് ചെയ്തു തുടങ്ങി. അപ്പോൾ സ്പ്രെഡ് ചെയ്തപ്പം ഇനി കൂട്ടിക്കിടക്കുന്ന ആൾക്കാർക്കൂടെ വരുന്നതിന് മുമ്പേ ഇവർക്ക് എന്തെങ്കിലും മരുന്ന് കൊടുത്ത് നമുക്കിവരെ ശരിയാക്കി എടുക്കണം. അപ്പോൾ ഈ തൂങ്ങിയിരിക്കുന്ന കോഴിക്കുഞ്ഞിന് സത്യം പറഞ്ഞാൽ കോഴിക്ക് ഞാൻ ഇച്ചിരി പാരസെറ്റമോളിൻ്റെ മോൻ്റെ സിറപ്പ് കൊടുത്തിട്ടുണ്ട്. കൊടുത്തതിൻ്റെ പുറമെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഈ ഓരോരുത്തരെയും പിടിച്ച് നമ്മൾ ഈ സിറപ്പൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈ കോഴിയെ വളർത്തുന്നവർക്കേ അറിയത്തുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. ഇവരെ ഓരോരുത്തരെയും പിടിച്ച് നമ്മളിങ്ങനെ മരുന്ന് കൊടുക്കുക, അതൊക്കെ ഭയങ്കര പാടുള്ള പണിയാണ്. നമ്മൾ ഒന്നിച്ച് ഒരു ഇതായിട്ടങ്ങ് കൊടുക്കുകയാണെങ്കിൽ, അതായത് വല്ല തീറ്റയ്ക്കകത്തങ്ങ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കുടിക്കുന്ന വെള്ളത്തിലോ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല. പക്ഷേ നന്നായിട്ട് സിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരെയും പിടിച്ച് തന്നെ ട്രീറ്റ് ചെയ്യേണ്ടി വരും. അതിലൊക്കെ ഒരുപാട് സമയമെടുത്ത് നമ്മൾ ഇവരുടെ പുറകെ നടക്കണം. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് കേട്ടോ. കോഴിയെ വളർത്തുന്നു ഭയങ്കര ഈസിയാന്ന് പറഞ്ഞ് ആരും ചാടി വീഴണ്ട.
ഇതിൻ്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കോഴികളൊക്കെ മുന്നോട്ട് പോകുന്നത്. അപ്പം ഞാൻ ആ മരുന്നുണ്ടാക്കി നിങ്ങളെ കാണിക്കാം. ഇവർക്ക് എങ്ങനെയാണ് തീറ്റയ്ക്കകത്ത് ഞാനത് ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്നൊക്കെ ആയിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. എന്തായാലും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, എൻ്റെ കോഴികളുടെ അസുഖങ്ങളൊക്കെ മാറണം എന്നൊക്കെ പ്രാർത്ഥിക്കുക. ഒരു പനിയാണ്, ജലദോഷമാണ്, ഇവിടെ എന്തോ ഇത്ര പ്രാർത്ഥിക്കാനൊക്കെ പറയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുക. അതല്ല, നമ്മൾ ഇതിനെയൊക്കെ വളർത്തുന്നവർക്കേ അതിൻ്റെ ബുദ്ധിമുട്ടും വിഷമവും മനസ്സിലാവത്തുള്ളൂ. ഒരാൾ സിക്കായാൽ ഇവരുടെ കൂട്ടത്തിലുള്ള ബാക്കി എല്ലാവരും സിക്കായി പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇവർ കോഴികളല്ലേ, അല്പപ്രാണികളാണ്, ചത്തുപോകാനൊക്കെ പെട്ടെന്ന് ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഇവരെ ട്രീറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏക ലക്ഷ്യം. ആണെന്നറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ആടലോടകം ഇതാണ്. ആടലോടകത്തിൻ്റെ എല്ലാം ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കും കണ്ടോ. ഇതാണ് നമ്മുടെ ആടലോടകം എന്ന് പറയുന്നത്. ഇത് നമ്മളിപ്പം അരിഞ്ഞ് ഞാൻ ആദ്യം എടുത്ത് വെച്ചിരുന്ന പച്ചമഞ്ഞൾ, വെളുത്തുള്ളി, അതായത് കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതിൻ്റെ കൂടെ ഈ ആടലോടകം കൂടെ അരിഞ്ഞ് നന്നായിട്ട് നമ്മളിപ്പോൾ മിക്സിയിലിട്ട് അരച്ചെടുക്കും. അരച്ചൊരു പേസ്റ്റ് രൂപത്തിലെടുത്ത് ഇവരുടെ തീറ്റയോടൊപ്പം ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഉള്ളിലേക്ക് ചെല്ലും. എല്ലാവരുടെയും ഉള്ളിൽ ഇപ്പോൾ പനിയുള്ളവർക്കും ചെല്ലും, ഇല്ലാത്തവർക്കും ചെല്ലും. മറ്റ് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല. കാരണം ഇതൊക്കെ നാച്ചുറലായിട്ടുള്ള മെഡിസിൻസുകളാണ്. അതുകൊണ്ട് ഇവർക്ക് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിപ്പോൾ പനി ഇല്ലാത്തവരും ഇത്തിരി കഴിച്ചെന്ന് കരുതി ഒന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ടാണ് ഇവർക്ക് എല്ലാവർക്കുമായിട്ട് നമ്മൾ ഇത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കുറച്ചിലേ ഇതിനകത്ത് നിന്ന് എടുക്കത്തുള്ളൂ. കുറച്ചില എടുത്ത് ഞാനൊരു കഷായ രൂപത്തിലും ആക്കി നാളെ തൊട്ട് ഇവരുടെ കുടിക്കുന്ന വെള്ളത്തിലും ഒരു 3 ദിവസത്തേന് ഇതേ ഫോമിൽ തന്നെ കുടിക്കുന്ന വെള്ളമാക്കി തിളപ്പിച്ച് ഒരു കഷായ രൂപമാക്കി തിളപ്പിച്ച് വെള്ളത്തിനോടൊപ്പം ആഡ് ചെയ്ത് കൊടുക്കും. കുടിക്കാൻ കൊടുക്കുന്ന നല്ല വെള്ളത്തിനോടൊപ്പം ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇവർക്കൊക്കെ എന്താണ് റിസൾട്ട് കിട്ടുന്നതെന്ന് ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ആടലോടകത്തിൻ്റെ ഇലയും അതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ലേ ഒരു കഷ്ണം ഇഞ്ചി, ആ ഇഞ്ചിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ മിക്സിയിൽ നന്നായിട്ട് അരച്ച് നമുക്ക് തീറ്റയോട് ഉൾപ്പെടുത്തി എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് കാണാം. അപ്പോൾ നമ്മൾ നല്ലതായിട്ട് ഇങ്ങനെ മിക്സിയിൽ ഇങ്ങനെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടോ, അരച്ചിങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇവരുടെ തീറ്റയോട് ഉൾപ്പെടുത്തി ഇവർക്കൊന്ന് കൊടുക്കാം. അപ്പം ഞാൻ അവരുടെ തീറ്റ തന്നെയാണ് എടുത്തോണ്ട് വന്നേക്കുന്നത്. അവരുടെ തീറ്റയോട് ഉൾപ്പെടുത്തി തന്നെയാണ് ഞാനിത് കൊടുക്കുന്നത്. ഇച്ചിരി പുറത്തു നിന്നുള്ള തീറ്റ മേടിച്ച് കൊടുക്കും, അതിനോട് ഉൾപ്പെടുത്തിയാണ് കൊടുക്കുന്നത്. ഇത് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ സൗകര്യമില്ല. ഞാൻ ഇതിട്ട് ഇളക്കി അവർക്ക് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അവരൊക്കെ മിടുക്കരതാ, അത് വന്ന് മണപ്പിച്ചൊക്കെ നോക്കുന്നതല്ലാതെ അവരാരും അതങ്ങോട്ട് കഴിക്കാൻ ഇവർ റെഡിയല്ല. ഇവർക്ക് മുന്നേ ഉള്ളവരൊക്കെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ, അവർ കഴിക്കുമായിരുന്നു കേട്ടോ. ഇവരിപ്പോൾ വയറ് നിറഞ്ഞൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇതങ്ങോട്ട് അടുത്ത് കഴിക്കാത്തത്. ഇതിപ്പോൾ ഞാൻ എടുത്ത് മാറ്റി വെക്കും കഴിച്ചില്ലെങ്കിൽ. വൈകിട്ടൊരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേനുണ്ടല്ലോ വേറൊരു തീറ്റ ഇട്ട് കൊടുക്കത്തില്ല. പരവേശം എടുക്കുമ്പോൾ തന്നെത്താൻ ഓടി വന്ന് അവർ തന്നെ കഴിച്ചോളും. നമ്മൾക്ക് ഈ ട്രിക്കൊക്കെ അറിയാവുന്നേ, ഇവരെ എങ്ങനെ തീറ്റിക്കണം, ഇവർക്ക് ഏത് ടൈമിൽ കൊടുത്താൽ. ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഈ ടൈമിൽ കൊണ്ടുവച്ചതുകൊണ്ടാണ് വലിയ ഉത്സാഹമില്ലാത്തേ. കാരണം ഇഷ്ടംപോലെ തീറ്റ തിന്ന് നിൽക്കുമല്ലേ, രാവിലെ തൊട്ട് തിന്ന് നടക്കും അഴിച്ചു വിട്ട്. ഇപ്പോൾ ഒരു 12:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ആവശ്യമില്ല, രാവിലെ കൊടുത്ത തീറ്റ ഫില്ലാണ്. പിന്നെ അവർ അഴിഞ്ഞ് നടന്ന് ആവശ്യത്തിന് തിന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് വലിയ ചിലവില്ല മക്കൾക്ക്. അതുകൊണ്ടാണ് ഇവർക്ക് ചിലവ് വരും. കാരണം ഒരു സന്ധ്യയൊക്കെ ആകാറാകുമ്പോൾ നന്നായിട്ട് ചിലവ് വരും കൂട്ടി കയറുന്നതിന് മുമ്പേ. ആ സമയത്ത് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോഴാണെങ്കിലും എനിക്കിത് അറിയാവുന്ന കൊണ്ട് ഞാൻ കുറച്ചേ ഇട്ട് കൊടുത്തുള്ളൂ. ബാക്കി എടുത്ത് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. കുറച്ചേ ഇട്ട് കൊടുത്തുള്ളൂ. ബാക്കി ഞാൻ ഇവരെക്കാളും ബുദ്ധിമുട്ടിയായി. ഇവരെ വളർത്താൻ തുടങ്ങിയിട്ട് എത്ര കാലമായി. ഇവരുടെ ഉടായ്പൊക്കെ എനിക്കും അറിയാവുന്നേ. കോഴിമക്കളെ, നിങ്ങളുടെ വേലത്തരങ്ങളൊന്നും എൻ്റെ അടുത്ത് വേണ്ട. അപ്പം കഴിക്കുന്നവർ കഴിക്കട്ടെ, ഒരാൾക്കെങ്കിൽ ഒരാൾക്ക് ഉള്ളിൽ ചെന്നാൽ അത്രയും ഗുണം ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഞങ്ങളുടെ ഈ കുഞ്ഞൻ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നോക്കിയാൽ പോകുന്ന പോക്കൊക്കെ വയ്ക്കുക, തീറ്റ ഇട്ട് കൊടുത്തിട്ട് പോലും വേണ്ട, അങ്ങ് പോവാ നൈസായിട്ട്. അപ്പം എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇതിനു മുമ്പേ ഇങ്ങനെ ചെയ്തപ്പോഴൊക്കെ എനിക്കത് പ്രയോജനപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് നിങ്ങളും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്നുകൾ മേടിച്ച് പൈസ കളയുന്നതിനേക്കാളും നല്ലൊരു ഓപ്ഷനാണ് ഇതൊക്കെ. നമ്മുടെ വീട്ടിലെ തന്നെ പച്ചമരുന്നുകളൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ ഒന്നുണ്ടാക്കി കൊടുക്കുക. താങ്ക്